എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൂവൽ വെള്ളച്ചാട്ടത്തിനടുത്താണ്. നമ്മളിന്ന് തൂവൽ വെള്ളച്ചാട്ടമാണ് കാണാൻ പോകുന്നത്. ഇത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അവിടെ ആണ് ഈ ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. ഇത് ബായസി മേളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. ഇത് നമുക്ക് സൈഡിലേക്കൊന്നും ഇറങ്ങാനും കാര്യങ്ങളും ഒന്നും പറ്റില്ല. കാരണം ഇവിടെ കുറച്ചൊരു സീനാണ്. കാരണം പാറയും കാര്യങ്ങളും എല്ലാം തെന്നലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സൈഡിലോട്ടൊന്നും ഇറങ്ങാനുള്ള വേറെ നിർവാഹമില്ല. പിന്നെ ഇത് ഈ മുകളിൽ നിന്നുള്ള ഈ ഒരു വ്യൂ മാത്രം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡുകളിലൊക്കെ വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാറകൾ ആണ് കൂടുതലും ഇവിടെ. നമുക്കിവിടെ താഴേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അങ്ങനെ താഴോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടും. ഇവിടെ മുകളിൽ ഇത്രയാണ് ഇവിടെ നമുക്ക് കാണാനുള്ള കാര്യങ്ങളായിട്ടുള്ളത്. അല്ലാതെ ഈ ഒരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ നമുക്ക് താഴേക്ക് ഇറങ്ങാനൊരു വഴി ഉണ്ടെന്നാണ് ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അപ്പോൾ ഇത് ഈ പാലത്തിൽ കൂടെ കയറി അപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി താഴേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. കുറച്ച് റിസ്ക് ആണ്. കാര്യം അതും ഇതുപോലെ ഏതോ ഒരു ഇതായിട്ടുള്ള ആൾക്കാരുടെ വസ്തുവിൽ കൂടെയാണ് ആ വഴി കിടക്കുന്ന സ്ഥലത്തുകൂടെയാണ് ആ വഴി പോകുന്നത് താഴോട്ട്. അത് കുറച്ച് കുത്തനെയുള്ള ഇറക്കമാണ്. പിന്നെ പ്രായമായ ആൾക്കാർക്കൊക്കെ ഇറങ്ങിയാൽ തിരിച്ചു കയറാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ അങ്ങോട്ട് നടക്കുന്നതിനും കാലിനും പ്രശ്നമില്ലാത്ത ആൾക്കാർ മാത്രമേ ആ ഭാഗത്തൊക്കെ അങ്ങനെ പോകാറുള്ളൂ. പിന്നെ തിരിച്ച് കയറി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാവും.
അത്രയ്ക്ക് പാടാണ് എന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം ആ റൂട്ട് എങ്ങനെ ഉണ്ടെന്ന്. എന്തായാലും നമുക്ക് താഴെ പോയി നോക്കി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ കുറച്ച് നിബന്ധനകളൊക്കെയാണ് ഇവർ എഴുതി വച്ചിരിക്കുന്നത്. അത് എല്ലാവരും വരുന്നവരെല്ലാവരും അത് പാലിക്കേണ്ടതാണ്. പിന്നെ ഇവിടുത്തെ ആ ഒരു റൂൾസും കാര്യങ്ങളും എല്ലാവരും ഫോളോ ചെയ്ത് തന്നെ ഇവിടെ വന്ന് ഇത് കണ്ടിട്ട് പോകണമെന്നാണ് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഈ റൂട്ട് കിടക്കുന്നത്. ശരിക്കും കുത്തനെയുള്ള ഇറക്കവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അത്രയും നടക്കാനും ഇതിന് കുഴപ്പമില്ലാത്ത ആൾക്കാർ മാത്രം വരിക. വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും ഒരു റിസ്ക്കുള്ള വഴി കൂടെ നടന്ന് മാത്രമേ നമുക്ക് താഴെ എത്താനുള്ള മാർഗ്ഗമുള്ളൂ. അല്ലാണ്ട് വേറെ ഇവിടുന്ന് സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ഇതിനു വേണ്ടി വെച്ചിട്ടില്ല. ഇതേതോ ഒരു സ്വകാര്യ വഴിയാണ്. അത് അവർ ഇങ്ങനെ തന്നേക്കുന്നതുകൊണ്ട് ഇതുവഴി ഇങ്ങനെ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. അല്ലാണ്ട് ഇവിടെ വേറെ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഇല്ല. അപ്പം അതനുസരിച്ച് വേണം ആൾക്കാർ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവസാനം ഇറങ്ങിയിട്ട് നമുക്ക് പകുതി വരെ നിന്നിട്ട് തിരിച്ച് കയറാനും ഉള്ള ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്. ഇറങ്ങാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ ഈ ഇറക്കം തന്നെ നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് കയറണം. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കുറച്ച് റിസ്കി വഴി ആയതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ മാത്രം താഴേക്ക് വരാൻ ശ്രമിക്കുക. അല്ലാത്തവർ മുകളിൽ നിന്നുള്ള വ്യൂ തന്നെ കാണാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ താഴെ വന്നു കഴിയുമ്പോൾ ബുദ്ധിമുട്ടും. നമുക്ക് വേറെ വഴികൾ ഈ ഭാഗത്തോട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ഇവിടെ നാട്ടുകാർ പറഞ്ഞ് ഈ ഒരു റൂട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്ന് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ നമുക്ക് താഴെ ചെന്നിട്ട് നോക്കാം ഇനി ഇത്രയും റിസ്ക് അല്ലാണ്ട് ഈ സ്ഥലത്തേക്ക് ഇറങ്ങി വരാൻ വേറെ വല്ല വഴിയുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ. നമ്മൾ ഇറങ്ങി വരാണ്ട് മുകളിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണിത്. ഇത്രയും മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടമാണെന്ന് നമുക്ക് മുകളിൽ നിന്നാൽ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് നോക്കിയിട്ട് അറിയാൻ പറ്റിയില്ല. താഴെ വരാതെ നമ്മൾ തിരിച്ചു പോയിരുന്നെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായി പോയേനെ. നമുക്ക് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്.
ഗൈസ്, അപ്പോൾ എല്ലാവരും ഈ കിടിലം വെള്ളച്ചാട്ടം വന്ന് കാണുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അപ്പം എല്ലാവരും ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക.